നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ മനസ്സ് തുറക്കാം എന്ന ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗം മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. സ്വന്തം ഭാഷ. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. എന്തൊരത്ഭുതം! വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം. രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താക്കുഴപ്പം. വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു. രാമൻ വിദ്വാന്റെ അടുത്തെത്തി. എന്നിട്ട് ഈ ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത്? ചർച്ച ചെയ്യുക. അനേകം ഭാഷകൾ അനായാസമായി സ്വന്തം മാതൃഭാഷ പോലെ സംസാരിക്കുന്ന ഒരു വിദ്വാൻ കൃഷ്ണദേവരായരുടെ സദസ്സിലെത്തി തൻ്റെ മാതൃഭാഷ ഏതെന്ന് കണ്ടെത്തി പറയണമെന്ന് രാജാവിനോട് ആവശ്യപ്പെടുന്നു. രാജാവ് ആ ചുമതല തെന്നാലി രാമനെ ഏൽപ്പിക്കുകയും ചെയ്തു. എല്ലാ ഭാഷകളും മാതൃഭാഷ പോലെ തന്നെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന ഈ വിദ്വാനോട് സംഭാഷണത്തിലൂടെ മാത്രം അയാളുടെ മാതൃഭാഷ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് തെന്നാലി രാമൻ മനസ്സിലാക്കി. തെന്നാലി രാമൻ വിദ്വാന്റെ കാലിൽ ശക്തിയായി ചവിട്ടി. അങ്ങനെ പെട്ടെന്നുണ്ടായ വേദനയാൽ വിദ്വാൻ അമ്മ എന്ന് വിളിച്ച് കരയുന്നു. മാതൃഭാഷ എന്നത് നമ്മുടെ വികാരങ്ങളെയെല്ലാം സ്വാഭാവികമായ പ്രതികരണങ്ങളിലൂടെ പുറപ്പെടുവിക്കുന്നതാണ്. ഇവിടെ പെട്ടെന്നുണ്ടായ വേദനയാൽ മറ്റു ഭാഷകൾ തിരഞ്ഞെടുക്കാൻ വിദ്വാന് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വേദനയോ സങ്കടമോ സന്തോഷമോ ദേഷ്യമോ അത്ഭുതമോ ആയ എന്ത് വികാരം ആയിക്കൊള്ളട്ടെ, അത് നമ്മളറിയാതെ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കും. കാരണം മാതൃഭാഷ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്, ആത്മാവിൻ്റെ ഭാഷയാണ്. കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ കേട്ടുവരുന്നതാണ്. നമ്മുടെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതും നമ്മൾ ഭാവനയിൽ കാണുന്നതുമെല്ലാം മാതൃഭാഷയിൽ തന്നെ. അതുകൊണ്ട് പെട്ടെന്നുണ്ടായ പ്രതികരണത്തിൽ വിദ്വാൻ മാതൃഭാഷയിൽ തന്നെ അയാളുടെ വേദന പ്രകടിപ്പിച്ചു. ആ വേദനയിൽ മറ്റു ഭാഷകളെപ്പറ്റി ചിന്തിക്കാനോ അതിലൂടെ അയാൾക്ക് ആ വേദന പ്രകടിപ്പിക്കാനോ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല, ഭാവവും കൂടിയുണ്ട്. ഇടിയെന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും. ഏതു കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവമുണ്ടാകുന്നു. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല.
ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. പ്രകൃതിയിൽ ഉള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. മാതൃഭാഷ അനേകം ഭാവനാബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയം ശ്രദ്ധിക്കാം. പി പവിത്രൻ്റെ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന പാഠഭാഗം. മാതൃഭാഷയുടെ പ്രാധാന്യം പറയുന്ന ലേഖനമാണിത്. നമ്മുടെ ചുറ്റുപാടിനെയും സമൂഹത്തെയും എല്ലാം വികാരങ്ങളെയെല്ലാം പ്രകടിപ്പിക്കുന്നത്, ഭാവനയെ പരിപോഷിപ്പിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ് എന്നതാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. മാതാവിൽ നിന്ന് കിട്ടിയ ഭാഷയാണ് മാതൃഭാഷ. ലോകത്തെ അറിയുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നാം കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അവയുടെ പേരുകൾ മനസ്സിലാക്കുന്നതുമെല്ലാം അതിൻ്റെ അനുഭവം കൂടി ഉൾക്കൊണ്ടിട്ടാണ്. ഇതെല്ലാം നമ്മുടെ മാതൃഭാഷയിലൂടെ സാധ്യമാകുന്നതാണ്. കേവലമായ ഒരു അർത്ഥത്തെ മാത്രമല്ല, അതിൻ്റെ ഭാവത്തെ കൂടി നമ്മളിൽ എത്തിക്കാൻ മാതൃഭാഷയ്ക്ക് കഴിയും. അമ്മേ എന്നൊരു വാക്ക് അമ്മയുടെ രൂപത്തെ മാത്രമല്ല, അമ്മയുടെ ആ ഭാവതലം കൂടി അറിയുന്നു. അതായത് അമ്മയുടെ സ്നേഹവും വാത്സല്യവുമെല്ലാം മനസ്സിൽ ഒരു അനുഭൂതിയായി, ഒരു അനുഭവമായി നിറയുകയാണ് ചെയ്യുന്നത്. ഇടി എന്ന വാക്ക് ഭയവും നിലാവെന്ന വാക്ക് കുളിർമയും നൽകുന്നു. മറ്റേതു ഭാഷകൾ പഠിച്ചാലും നമ്മുടെ തീവ്രമായ വികാരങ്ങളെ അതേ ആഴത്തിലും സ്വാഭാവികമായും പ്രകടിപ്പിക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലൂടെ മാത്രമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ, വള്ളത്തോളിൻ്റെ വളരെ പ്രശസ്തമായ വരികളാണിത്. അപ്പോൾ സ്വന്തം അമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ മാതൃഭാഷ. അതുമാത്രമല്ല, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഏത് വിപത്തിലും നമ്മൾ അറിയാതെ നിലവിളിക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുന്നത് നമ്മുടെ ഭാഷയിലൂടെയായിരിക്കും. മാതൃഭാഷയിലൂടെ തന്നെയാണ് നമ്മുടെ ഭാവനാപരമായ സാഹിത്യ ലോകവും സൃഷ്ടിക്കുന്നത്. നമ്മൾ കാണാത്തതായ ഒന്നിനെ പോലും നമ്മുടെ ഭാവനയിലൂടെ അനുഭവിച്ചറിയാനുള്ള അനുഭൂതി വിശേഷം മാതൃഭാഷ നമുക്ക് നൽകുന്നു. ഒരു കവിതാഭാഗം ആസ്വദിക്കാൻ ഒരു പുഴ വേണമെന്നില്ല. പുഴ എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ ദൃശ്യാത്മകമായിട്ടുള്ള ഭാവതലം കൂടി, അല്ലെങ്കിൽ ആ പുഴയെ സംബന്ധിച്ചിട്ടുള്ള ആ കാഴ്ച കൂടി, ആ പുഴയുടെ ഒഴുക്ക്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെ ആഴത്തിൽ പ്രകടിപ്പിക്കാനും ഭാവനയെ പരിപോഷിപ്പിക്കാനും ചിന്തയെ ഉണർത്താനും മാതൃഭാഷ കൂടിയേ തീരും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ പാഠഭാഗത്തിലൂടെ ലേഖകൻ പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കാം. കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയൊക്കെ അറിയുന്നത്. കാണുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും ഒക്കെ കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ആ രൂപം മാത്രമല്ല, ആ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹം കൂടി നാം അനുഭവിച്ചറിയുന്നുണ്ട്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഇടി എന്ന വാക്ക് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ കുളിർമയും നമുക്ക് അനുഭവപ്പെടുന്നു. ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? അതാണ് അടുത്ത ചോദ്യം. പി പവിത്രൻ്റെ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന ലേഖനത്തിൽ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവിനെയാണ് ഏറ്റവും വലിയ അറിവായി വിശേഷിപ്പിക്കുന്നത്. അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ അമ്മയുടെ രൂപത്തെ മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹത്തെ കൂടി ഉൾക്കൊള്ളുന്നു. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. ചുരുക്കത്തിൽ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ രൂപത്തിലുള്ള അറിവാണ്. അത് നമുക്ക് സാധ്യമാക്കി തരുന്നത് മാതൃഭാഷയും. ഭാഷ നമ്മുടെ മനസ്സിൽ എത്തിക്കുന്നത് എന്തെല്ലാം? ഇതാണ് അടുത്ത ചോദ്യം. കാഴ്ച, കേൾവി, സ്പർശനം, ഗന്ധം, രുചി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും മാതൃഭാഷയിലൂടെ അനുഭവവേദ്യമാകുന്നു. അതുപോലെ സ്നേഹം, ഭയം, അത്ഭുതം തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും ആഴത്തിൽ പ്രകടിപ്പിക്കാൻ മാതൃഭാഷയിലൂടെയാണ് സാധ്യമാകുക. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിൽ ഇല്ലാത്ത ലോകത്തെയും ഭാവനയിലൂടെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു.
മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം? ഉമ്മ ബാപ്പ എന്നൊക്കെ വിളിക്കുമ്പോൾ അവരോടുള്ള സ്നേഹവും വാത്സല്യവും അടുപ്പവും ഒക്കെ ഇതിൽ പ്രകടമാണ്. എന്നാൽ മാതാവേ പിതാവേ എന്ന് വളരെ ആലങ്കാരിക ഭാഷയിൽ വിളിക്കുമ്പോൾ ഹൃദയത്തിൽ സ്പർശിക്കാത്ത, വെറും ആത്മാർത്ഥതയില്ലാത്തൊരു സംബോധനയായിട്ടേ തോന്നുകയുള്ളൂ. മകനിൽ നിന്ന് ഇപ്രകാരം വിളി കേട്ടപ്പോൾ അവനിലെ ആത്മാർത്ഥതയില്ലായ്മയോ അല്ലെങ്കിൽ ആ പരിഹാസഭാവമോ ആണ് തവി കൊണ്ടടിക്കാൻ ഉമ്മയെ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത്? കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും? ചർച്ച ചെയ്യും. ഈ ചോദ്യം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനമ്മമാരെ വിളിക്കുന്നത്? അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക. അവരോടുള്ള സ്നേഹം കൂടുതൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരെ വിളിക്കുക? ഇത് രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരവും നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.